ലാറവൽ ട്യൂട്ടോറിയലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് MVCനെ പറ്റിയിട്ടാണ്. ഓക്കെ, MVC എന്താണെന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചെറുതായിട്ടൊന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വീഡിയോ കാണാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അത് പോയിട്ട് കാണുക. നമ്മളിത് നാലാമത്തെയാണെന്ന് തോന്നുന്നു. അതെ, നാലാമത്തെ പാർട്ടിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇവിടെ നമ്മൾ ഇൻസ്റ്റലേഷൻ കാര്യങ്ങൾ പറഞ്ഞു, അതേപോലെ റൗട്ടിങ് പറഞ്ഞു. അതിനുശേഷമാണ് നമ്മളിപ്പോൾ MVCയിലേക്ക് വന്നിട്ടുള്ളത്. ഈ MVCനെ പറ്റിയുള്ള ചെറിയൊരു ധാരണ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം എന്താണെന്നുള്ളത്. ഞാൻ ചെറുതായിട്ട് നിങ്ങളോട് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ ഒന്നുകൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അതൊന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിൽ, ചെറിയൊരു വീഡിയോ ആണ് ഇതൊന്ന് നിങ്ങൾ എന്തായാലും ഒന്ന് നല്ലപോലെ ഒന്ന് കണ്ട് ക്ലിയർ ചെയ്ത് എടുക്കുക. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകാൻ പറ്റും എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത് MVC എന്ന് പറയുന്നത്. അപ്പം MVC ഞാൻ പറഞ്ഞ സമയത്ത് നമുക്ക് MVCൻ്റെ വല്ല ഇമേജ് കിട്ടുമെന്ന് നോക്കി നോക്കാം. MVC ടൈപ്പ് ചെയ്ത് കണ്ടല്ലേ, ഇതാണ് MVC എന്ന് പറയുന്നത്, മോഡൽ വ്യൂ കൺട്രോളർ. ഓക്കെ, അപ്പോൾ ഇത് നോക്കട്ടെ. ഇതാ മോഡൽ എന്ന് പറയുന്നത്, അല്ല ഇത് രസമല്ല, ഇത് നോക്കാം നമുക്ക്. ഡിഫൈൻ ഡാറ്റ സ്ട്രക്ചർ മോഡൽ, അതായത് ഡാറ്റാബേസുമായിട്ടുള്ള ഓപ്പറേഷൻസ് ഫുള്ള് ചെയ്യുന്ന ആൾ മോഡലാണെന്നുള്ളതും ഡിസ്പ്ലേ ചെയ്യുന്ന സംഭവം UI പാർട്ട് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി വ്യൂവിൻ്റെ കയ്യിലും, കൺട്രോളർ എന്നാണ് കൺട്രോൾ ലോജിക്, അതായത് എന്തൊക്കെ ഓപ്പറേഷൻസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യുന്നതാണ് കൺട്രോളർ എന്ന് പറയുന്നത്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർകണക്റ്റഡ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇതാണ് സംഭവം എന്ന് പറയുന്നത്, വേറെ ഒന്നുമില്ല ഇതിൻ്റെ അകത്ത്. പക്ഷേ നിങ്ങളിതിൽ ഫോളോ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാണ് നമ്മളെ കോഡ് വരുന്നത്, നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്ന റൗട്ടിങ് വരുന്നുണ്ട്. അതേപോലെ നമ്മളുടെ കൺട്രോളറും ഫങ്ഷൻസും ക്രിയേറ്റ് ചെയ്തു. അതേപോലെ നമ്മളുടെ ഈ ഒരു പേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് തൽക്കാലം എബൌട്ടിൻ്റെ കോഡ് വെച്ചിട്ട് എബൌട്ടിൻ്റെ പേജിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്ത് നോക്കാം. അതായത് ഇപ്പോൾ എന്താ നടക്കുന്നത്, ഈ എബൌട്ടിൽ ഇവിടെ റൗട്ട് സെറ്റ് ചെയ്തു, ഇതിൽ ഫംഗ്ഷൻ കൺട്രോളർ വിളിച്ചു, ഫംഗ്ഷനെ സെറ്റ് ചെയ്തു, അതിനൊരു നെയിം റൗട്ടും കൊടുത്തു. ഓക്കെ, ഇവിടെ നിന്ന് എബൌട്ട് കൺട്രോളറിലേക്ക് പോയി, എബൌട്ട് കൺട്രോളറിൻ്റെ ഉള്ളിൽ എബൌട്ട് ഫംഗ്ഷൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് നേരെ ഈ ഫംഗ്ഷൻ ഇവിടുന്ന് കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം നേരെ എന്താക്കുന്നത്, ഇവിടെ വ്യൂവിലേക്ക് ഇതാകുന്നു. അപ്പോൾ എക്സാമ്പിളിനായിട്ട് നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു ഓപ്പറേഷൻ ചെയ്ത് നോക്കി നോക്കാം. അതായത് എനിക്കൊരു കാൽക്കുലേഷൻ ചെയ്യണമെന്ന് വിചാരിക്കാം, അതായത് ഒരു അരിത്മെറ്റിക് ഓപ്പറേഷൻ ചെയ്യണമെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മളിപ്പോൾ സാധാരണ A = 210 എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുത്തു. $B = 320 എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. ഓക്കെ, ഇത് രണ്ട് വേരിയബിളിലേക്ക് വാല്യൂ എടുത്ത് വെച്ചു. ഇനി $C = $A + $B. ഓക്കെ, ഇങ്ങനെ ചെയ്തു. അതായത് നമുക്ക് ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് റിട്ടേൺ അടിച്ചു നോക്കിയാൽ, റിട്ടേൺ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് പ്രിൻറ്റ് ചെയ്ത് കിട്ടും. $Cനെ റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ എത്ര, 320, 420, 530, 530 നമുക്കിവിടെ കിട്ടും. അപ്പോൾ നമുക്കൊന്ന് റിഫ്രഷ് ചെയ്ത് നോക്കി നോക്കാം. ഏതായാലും നമ്മൾ പേജ് എബൌട്ടിലല്ലേ, എബൌട്ടിൽ കണ്ടോ 530 കറക്റ്റായിട്ട് ഇവിടെ കിട്ടുന്നുണ്ട് അല്ലേ. ഇത് നമ്മൾ ചെയ്യേണ്ട ഓരോ ഓപ്പറേഷനാണ്. ഇതൊരു ജസ്റ്റ് ഒരു ബേസിക് ആയിട്ടുള്ളൊരു സംഭവമാണ്. നിങ്ങൾക്ക് എന്താണെന്നുള്ളത്, ഇത് നിങ്ങൾ കൺട്രോളർ MVC പാറ്റേണിൽ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിപ്പോൾ പ്രിൻറ്റ് ചെയ്യണം, നിങ്ങൾ വ്യൂ പേജിലേക്ക് പ്രിൻറ്റ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനെന്താക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വേരിയബിളിനെ ഏതാണോ വേരിയബിളിനെ നിങ്ങൾ പ്രിൻറ്റ് ചെയ്യേണ്ടത് അതിനെ വ്യൂവിലേക്ക് പാസ് ചെയ്യണം. വ്യൂവിലേക്ക് പാസ് ചെയ്താൽ മാത്രമേ ഈ എബൌട്ട് എന്ന് പറയുന്ന പേജിലേക്ക് ഇതിനെ കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അത് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് കോമ്പാക്റ്റ് എന്ന് പറയുന്ന സംഭവം. കോമ്പാക്റ്റ് ചെയ്തിട്ട് C എന്ന് പറയുന്ന വേരിയബിൾ, ജസ്റ്റ് വേരിയബിൾ $സിംബൽ ഒന്നും ഇടാണ്ട് ഈ C എന്ന് പറയുന്ന വേരിയബിളിനെ നമ്മൾ വ്യൂവിലേക്ക് പാസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് കോമ്പാക്റ്റ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഈ C എന്ന് പറയുന്ന വേരിയബിൾ ഇവിടെ എബൌട്ട് എന്ന് പറയുന്ന ഈ പേജിൻ്റെ അകത്ത് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു H1 H2ൽ നമുക്ക് എന്താക്കാം, സം എന്ന് പറഞ്ഞിട്ട് നമുക്ക് സം നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രിൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത്. $C എന്ന് പറയുന്ന വേരിയബിളിനെ നമുക്ക് ഇവിടെ ജസ്റ്റ് ഇട്ട് കൊടുത്താൽ മാത്രം മതി. 2 ഡബിൾ കേളി ബ്രാക്കറ്റ് ഇട്ടിട്ട് അതിൻ്റെ അകത്ത് പ്രിൻറ്റ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, ഞാനിത് റിഫ്രഷ് ചെയ്യുന്നു. നോക്കിയാൽ സം 530 എന്നുള്ള ലെവലിൽ ഇതിവിടെ വന്നിട്ടുണ്ട് കണ്ടില്ലേ. ഇവിടെ ഇതാണ് ഒരു പ്രോപ്പറായിട്ടുള്ള MVC എന്ന് പറയുന്നത്. ഇനി ഇത് ഞാൻ എന്തുകൊണ്ടാണ് ഇത് പറയാൻ നിന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇത് പല ആൾക്കാരും പല മെത്തേഡിലും ചെയ്യുന്ന കാണാം. അതായത് വേറൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഈ Aയും Bയും കൂട്ടിയിട്ട് C എന്ന് പറയുന്ന വാല്യൂ എടുക്കുന്നത് എന്ന് പറയുന്നത് അങ്ങോട്ടേക്ക് ഷെയർ ചെയ്യാണ് ചെയ്യുന്നത്. നിങ്ങൾ ഈ ചില ആൾക്കാർ ഇങ്ങനെ ചെയ്യും, അതായത് Aയും Bയും ഇവിടുന്ന് ഡിഫൈൻ ചെയ്യും. തന്നെ ഞാൻ ഇവിടുന്ന് Aനെയും Bനെയും വ്യൂവിലേക്ക് പാസ് ചെയ്യും. ഓക്കെ, എന്നിട്ട് C എന്ന് പറയുന്ന സംഭവം ഇവിടെ പ്രിൻറ്റ് ചെയ്യുന്നത് $A + $B എന്ന് പറയുന്ന സംഭവം ഇങ്ങനെ ചെയ്തു. ഓക്കെ, അപ്പോൾ സെയിം റിസൾട്ട് തന്നെയാണ്, യാതൊരു വ്യത്യാസമില്ല. പക്ഷേ
ആസ് MVC ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഓപ്പറേഷൻ നിങ്ങൾക്ക്, അതായത് അരിത്മെറ്റിക് ഓപ്പറേഷൻ്റെ ലെവലിലല്ലോ ഞാനിത് പറയുന്നത്, ജസ്റ്റ് ഒരു എക്സാമ്പിൾ എന്നുള്ള ലെവലിലേക്ക് നിങ്ങൾ ഇതിനെ മാത്രം കൺസിഡർ ചെയ്യുക. ഈ ഒരു മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യരുത്. ഓക്കെ, അതായത് എന്താണോ ചെയ്യേണ്ടത് ആ പരിപാടി ചെയ്യേണ്ട ആളാണ് ഇവൻ. മനസ്സിലായോ? കൺട്രോളറാണ് ഈ പരിപാടി ചെയ്യേണ്ടത്. കൂട്ടലായാലും കുറക്കലായാലും കിഴിക്കലായാലും അരിക്കലായാലും കുടിക്കലായാലും എന്തായാലും ഈ സംഭവം ചെയ്യുന്ന ആളാണ് കൺട്രോളർ എന്ന് പറയുന്നത്. ഇവനാണ് ഫുള്ള് കൺട്രോൾ ചെയ്യുന്നത്. ഇവൻ എല്ലാ പരിപാടിയും ചെയ്ത് കഴിഞ്ഞിട്ട് നിനക്ക് തരും, വ്യൂവിന് തരും എന്തെന്ന്, എന്താണോ നീ പ്രിൻ്റ് ചെയ്യേണ്ടത് ആ പണി നീ അങ്ങ് എടുത്താൽ മതി, നിനക്ക് ഞാൻ തരുന്ന സാധനത്തിന് നീ അങ്ങ് കാണിച്ചാൽ മാത്രം മതി എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ് ആർക്കുള്ളത്, കൺട്രോളറിനുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനെ തന്നെ ചെയ്യണം. അതായത് എനെയും ബീനെയും അങ്ങോട്ടേക്ക് പാസ് ചെയ്തിട്ട് ഇവിടെ പോയിട്ട് കൂട്ടുക എന്നുള്ളതിന് പകരം എന്താക്കുക, എനെയും ബീനെയും ഇവിടെ എത്തിയിട്ട് എന്താക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സി എന്ന് പറയുന്ന വേരിയബിളിലേക്ക് ആക്കിയിട്ട് നമ്മൾ എന്താക്കുന്നത്, അതിനെ ഇതാക്കിയിട്ട് ഈ സീനെ ഇവിടെ പ്രിൻ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇതാണ് MVCൻ്റെ മെത്തേഡ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തതിന് ശേഷം ഇതാക്കിയിട്ട് ഇതാക്കുന്നത്. ഇനി അതേപോലെ ചില ആൾക്കാരുണ്ട് ഇങ്ങനെ ചെയ്യുന്നത്. അതായത് നിങ്ങൾ ബ്ലേഡ് ഇതിലേക്ക് വന്നതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ എന്താക്കുക, PHP ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ @PHP എന്ന് പറഞ്ഞിട്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു PHPൻ്റെ ബ്ലോക്ക് ഓപ്പൺ ആവും. ഓക്കെ, ഇവിടെ ബ്ലോക്കിൽ നിങ്ങൾക്ക് എന്താക്കുക, ഇത് ഇവിടെ ആഡ് ചെയ്ത് വെക്കുക. A = 210, C = ഇത് പറഞ്ഞിട്ട് ഇവിടെ $C എന്ന് പറഞ്ഞിട്ട് ഇട്ട് വെക്കാം. ഇതും ചെയ്താലും റിസൾട്ട് സെയിം ആണ്, ഒരു വ്യത്യാസമില്ല. പക്ഷേ ഈ പരിപാടിയും ചെയ്യരുത്. മനസ്സിലായില്ലേ? അതായത് നിങ്ങൾക്ക് ഞാൻ പറയുന്നതിൻ്റെ ലോജിക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പറേഷൻസ് ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്നത് കൺട്രോളറിലാണ്. വ്യൂ എന്ന് പറയുന്ന ആൾ അത് കാണിക്കുക, അവൻ്റെ പണി കാണിക്കുക. ഈ സംഭവം ഇവിടുന്ന് ഇവൻ കൺട്രോളർ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള സാധനങ്ങൾ ഫുള്ള് കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കുക എന്നുള്ള പണി മാത്രമേ ഇവൻ ചെയ്യുന്നുള്ളൂ, വേറെ ഒന്നും ചെയ്യുന്നില്ല. മനസ്സിലായില്ലേ? അപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ലെവലിലേക്ക് വേണമെങ്കിൽ ഇപ്പോൾ നെയിം = ജിഷാദ് P എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ നെയിം ഞാനിവിടെ കൊടുത്തു. ഇനി ഞാൻ ആ നെയിമിനെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കോമ്പാക്ട് ചെയ്യാം. ഓക്കെ, നെയിം എന്ന് പറയുന്ന വേരിയബിളിനെ ഇങ്ങോട്ടേക്ക് കോമ്പാക്ട് ചെയ്തിട്ട് ഞാനിവിടെ ഒരു H1 കൂടി, അല്ലെങ്കിൽ ഒരു H1 കൂടി ഇട്ടിട്ട് ഞാൻ എൻ്റെ നെയിമിനെ ഇവിടെ പ്രിൻറ്റ് ചെയ്യുന്നു. ഓക്കെ, നെയിം എന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ പ്രിൻറ്റ് ചെയ്യുമ്പോൾ എൻ്റെ പേര് ഇവിടെ വരുന്നുണ്ട്. അപ്പം ഇനി എനിക്കിവിടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരു കേസ് വരികയാണ്, എനിക്കതെല്ലാം കൂടി ഒന്ന് ലോവർ കേസിലേക്ക് മാറ്റണം. അപ്പം ഞാനിവിടെ വന്നിട്ട് ലോവർ കേസിലേക്ക് മാറ്റി ഇതിനതാക്കിയിട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അതൊക്കെ നമുക്ക് സിമ്പിളായിട്ടുള്ള ഫങ്ഷൻസ് അവൈലബിൾ ആണ്. അപ്പോൾ str to lower എന്ന് പറയുന്ന ഈ ഫംഗ്ഷനെ വിളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കിതിനെ ഇതാക്കണം. ഇതൊക്കെ നിങ്ങൾക്ക് ഇവിടെ ചെയ്യുന്നതിന് യാതൊരു പ്രശ്നവുമില്ല. കാര്യങ്ങൾ മനസ്സിലായില്ലേ? ഇതൊക്കെ സിമ്പിളർ ഫങ്ഷൻസ് അവൈലബിൾ ആകുന്ന സമയത്ത് ഇതിപ്പോൾ കൂട്ടാനും കുറയ്ക്കാനും അങ്ങനത്തെ കുറച്ച് ഇതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ ദയവ് ചെയ്ത് വ്യൂവിൽ ഇങ്ങനത്തെ സാധനങ്ങൾ എഴുതരുത് എന്നുള്ളതാണ് മെയിനായിട്ടുള്ള ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അതേപോലെ അറേ ഡിഫൈൻ ചെയ്യുന്നത്, അതേപോലെ ഇപ്പം ജസ്റ്റ് ഇപ്പോൾ പറയുകയാണെങ്കിൽ കാർസ് എന്ന് പറയുന്നത് ടാറ്റ, മാരുതി, ലൈക്ക് പിന്നെന്താ പറയുക, ഹോണ്ട, ഓക്കെ. ഇത്രയും കാർസിനെ നിങ്ങളിവിടെ ഡിഫൈൻ ചെയ്തതിന് ശേഷം ഇതിനെ ഇങ്ങോട്ടേക്ക് പാസ് ചെയ്യുന്നു, കോമ്പാക്ട് ചെയ്യുന്നു. ഇവിടെ നിങ്ങൾ എന്താക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫോർ ഈച്ച് യൂസ് ചെയ്തിട്ട് ഇതിനെ കാറിന് ഒരു LI ജനറേറ്റ് ചെയ്തിട്ട് അതിനെ നിങ്ങൾ എന്താക്കുന്നു, കാറിനെ പ്രിൻറ്റ് ചെയ്യുന്നു. നമുക്ക് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുണ്ടല്ലേ, ഇവിടെ വരുന്നുണ്ടല്ലേ ഈ ഒരു സംഭവം. നിങ്ങളിവിടെ എന്താ ചെയ്യേണ്ടത്, ആകെ ഈ പരിപാടി ഇവിടെ ചെയ്യാൻ പാടുള്ളൂ. അല്ലാണ്ട് നിങ്ങൾ ഇതിന് എന്താക്കുക, ഈ കാറിനെ നിങ്ങൾക്ക് കട്ട് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ടാം, ഒരു പ്രശ്നമില്ല. ഇത് കണ്ടോ, ഇവിടെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ ഈ സാധനം വർക്കാവും അല്ലേ? പക്ഷേ ഇത് നിങ്ങൾ ചെയ്യരുത് എന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അതല്ല MVC എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇങ്ങനെ ഇവിടെ ഉള്ള ഒരു പരിപാടിയും ചെയ്യരുത്, എല്ലാം ഇതിൻ്റെ ഉള്ളിൽ മാത്രം ചെയ്യുക. കൺട്രോളറാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട ആൾ. അപ്പോൾ അവനെ ചെയ്യാൻ വിടുക, ചെയ്തിട്ട് അവനത് ചെയ്ത് റെഡിയാക്കി വരട്ടെ. നോക്കിയാൽ കോഡ് തന്നെ കാണാൻ എന്ത് വൃത്തിയാന്ന് നോക്കിയാൽ. നിങ്ങളല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിൽ കൂടെ എന്തൊക്കെ സാധനങ്ങൾ അങ്ങോട്ടാക്കി ഇങ്ങോട്ടാക്കി എഴുതി വ്യൂവിനെ ഒരു വേറെ ഡെവലപ്പറിനെ ഇതിൻ്റെ ഉള്ളിൽ കയറാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് കയറുന്നത്. ഒരു നല്ലൊരു ഡെവലപ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ ക്വാളിറ്റി എന്താണെന്ന് നിങ്ങൾക്കറിയാം. ആ ഡെവലപ്പർ എഴുതിയിരിക്കുന്ന കോഡ് വേറെ ഏത് ഡെവലപ്പറിനും എഴുതാൻ പറ്റുന്ന പോലെ എഴുതുന്ന ഒരു ഡെവലപ്പർ ആയിരിക്കണം നല്ലൊരു ഡെവലപ്പർ. മനസ്സിലായോ? ഇല്ല, അതായത് നിങ്ങൾ ഒരു കോഡ് എഴുതിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ കോഡ് അത് വായിക്കുന്ന അല്ലെങ്കിൽ അത് കാണുന്ന അത് കിട്ടുന്ന ഒരു വേറൊരു ഡെവലപ്പറിന് ഈസി ആയിട്ട് അതിനെ മനസ്സിലാക്കാൻ പറ്റണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതാണ് നിങ്ങൾ ഏറ്റവും നല്ല ക്വാളിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ പുതിയ ഡെവലപ്പർ നിങ്ങൾ എഴുതിയിരിക്കുന്ന ഒരു പ്രൊജക്റ്റിലേക്ക് ഒരു പുതിയ ഡെവലപ്പർ വരികയാണെന്ന് വിചാരിക്കുക, അവ നിങ്ങളെ പ്രാകരുത്, അത്രേ ഉള്ളൂ. സിമ്പിളായിട്ട് പറയാനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതായത്
ആ കോഡ് കണ്ടു കഴിഞ്ഞാൽ എന്ത് രസമായിട്ട് ആൾ കോഡ് ചെയ്തിരിക്കുന്നത്, എനിക്കെല്ലാം മനസ്സിലാകുന്നുണ്ട്. ഇവനെന്തോ ഒലക്കെ എഴുതി വെച്ചിരിക്കുന്നത്, എനിക്കൊന്നും മനസ്സിലാവില്ലെന്ന് പറയുന്നത് ഇഷ്ടം പോലെ ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മളൊരു കോഡ് എഴുതുന്ന സമയത്ത് ആ കോഡ് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ലെവലിലേക്ക് നമ്മൾ എഴുതി പഠിക്കുക. അതാണ് ഏറ്റവും നല്ലൊരു ക്വാളിറ്റി ഒരു ഡെവലപ്പറിൻ്റെ എന്നുള്ളത്. ആ ക്വാളിറ്റിയിലേക്ക് നിങ്ങൾ എന്ന് എത്തുന്നോ അന്നായിരിക്കും നിങ്ങളുടെ കോഡിങ്ങിലെ ഡെവലപ്മെൻറ്റിലുള്ള സക്സസ് എന്ന് വിചാരിക്കുന്ന ഒരൊറ്റ ആളാണ്. ഓക്കെ, അല്ലാണ്ട് നിങ്ങൾക്കൊരു നിങ്ങൾക്ക് കോഡ് എങ്ങനെ വേണമെങ്കിൽ എഴുതാം, ഒരു വിഷയമില്ല. നിങ്ങളൊരു സിംഗിൾ ഡെവലപ്പറായിട്ടുള്ള ഒരു പ്രൊജക്റ്റിലേക്കാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ വെച്ചാൽ നിങ്ങൾ കോഡ് ചെയ്താൽ നിങ്ങൾ ആരും കിട്ടുന്നില്ല. പക്ഷേ വലിയ വലിയ കമ്പനീസിൽ ചെല്ലുന്ന സമയത്ത് കോഡിങ്ങിന് മാത്രമായിട്ട് റിവ്യൂ ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് ഒരാളുണ്ടാവും അവിടെ. ആ ആൾ പറയുന്ന പോലെ ഇരിക്കും നിങ്ങൾ കോഡ് ചെയ്താൽ പറ്റുള്ളൂ, അല്ലെങ്കിൽ നിങ്ങളെ PR ഫുള്ള് റിജക്റ്റ് ആവും. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് അവിടെ, ഓരോന്ന് വരുന്നതാണ്. അവരെന്താണോ ആ കമ്പനി ഫോളോ ചെയ്യുന്ന ആ കോഡിങ് സ്റ്റാൻഡേർഡ് ഉണ്ടാവും, ആ കോഡിങ് സ്റ്റാൻഡേർഡ് അതേപോലെ തന്നെ ചെയ്യേണ്ടി വരും. ഇപ്പോൾ നിങ്ങളിപ്പോൾ എൻ്റെ പ്രൊജക്റ്റിലേക്കാണ് ഞാൻ വർക്ക് ചെയ്ത കമ്പനിയിലൊക്കെയാണ് ചെയ്യുന്നത്, ഞാനതൊന്ന് അതായത് ഈ ഒരു മെത്തേഡിലെ ഞാൻ എന്താക്കുള്ളൂ, കോഡ് മെർജ് ചെയ്യാൻ ഞാൻ സമ്മതിക്കുള്ളൂ. അല്ലാണ്ട് ഒരു തരത്തിൽ ഞാൻ വേറെ കോഡിലേക്ക് ഇതിനെ ആൾക്കാരെ കൊണ്ടുപോകില്ല. അവർ ഡെവലപ്പേഴ്സ് ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ കോഡ് നമ്മൾ കാണുമ്പോൾ പറ്റില്ല, റിജക്റ്റ് ചെയ്ത് PR തിരിച്ച് വിട്ടിട്ട് എന്താക്കുന്നത്, PR എന്ന് വെച്ച് കഴിഞ്ഞാൽ പുൾ റിക്വസ്റ്റാണ്. അതൊക്കെ ഗിറ്റിൻ്റെ ലെവലിലേക്കൊക്കെ വരുന്ന സമയത്ത് നമുക്ക് നോക്കാം. ആ സമയത്ത് നിങ്ങൾ എന്താക്കുന്നത്, ക്ലിയർ ആക്കിയിട്ട് ഇതിനെ മനസ്സിലാക്കി ഇതാക്കി പോകാം. അപ്പോൾ ഒരു കോഡ് എഴുതുന്ന സമയത്ത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്നത്, ഇപ്പോൾ മറ്റേ ഇതിൽ എന്താ മറ്റേ ഉസ്താദ് ഹോട്ടലിൽ പറയുന്നില്ലേ, കഴിക്കുന്ന ആൾക്കാരുടെ മനസ്സും നിറയണമെന്ന് പറയുന്നില്ല, അതുപോലെ തന്നെ സംഭവം. അതായത് ഈ കോഡ് കാണുന്ന ആൾക്കാരുടെ മനസ്സും കൂടി ഒന്ന് നിറയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊന്ന് നോക്കി നോക്ക്. അതായത് കോഡ്, അതാ ഞാൻ പറഞ്ഞത്, കോഡ് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതി ഉണ്ടാക്കാം, ഏത് ലോജിക്കിൽ വേണമെന്ന് നിങ്ങൾക്ക്, പക്ഷെ അത് നല്ല കോഡായി മാറ്റുമ്പോഴാണ് ഏറ്റവും നല്ലൊരു ഡെവലപ്പർ അവിടെ ഉണ്ടാകുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അതായത് വേറൊരു ലെവലിലേക്ക് നിങ്ങൾ ഒരു നല്ല നെക്സ്റ്റ് ലെവലിലേക്ക് മാറുകയാണ് ചെയ്യുക. അതൊരു നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ്സ് ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത്. അപ്പോൾ അതിനുവേണ്ടി മാക്സിമം നിങ്ങൾ വർക്കൗട്ട് ചെയ്തിട്ട് ആ ലെവലിലേക്ക് ആക്കുക. അത്രയാണ് സംഭവം മെയിനായിട്ട് വരുന്നത്. ഞാൻ അങ്ങനെ തന്നെയാണ് കോഡ് എഴുതി പോകുന്നതും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യം കൂടി നിങ്ങളോട് എനിക്ക് പറയണം തോന്നി. ഇത്ര തന്നെ ഉള്ളൂ, വേറെ ഒന്നും എനിക്ക് ഇതിൻ്റെ അകത്ത് പറയാനില്ല. ജസ്റ്റ് നിങ്ങളെ മാക്സിമം ഓപ്പറേഷൻസ് കൺട്രോളറിൽ മാത്രം എഴുതുക. ഒരു കാരണം വെച്ച് കഴിഞ്ഞാൽ വ്യൂവിൻ്റെ ഉള്ളിൽ ഒരു കാരണം വെച്ച് കഴിഞ്ഞാലും ഈ ഇങ്ങനത്തെ പരിപാടികളൊന്നും വ്യൂവിൻ്റെ ഉള്ളിൽ എഴുതാണ്ട് നിൽക്കുക. വ്യൂവിൻ്റെ പണി എന്ന് പറയുന്നത് കൺട്രോളർ തരുന്ന സാധനത്തിനെ കാണിക്കുക എന്ന് പറയുന്നതാണ്, വേറെ ഒന്നുമല്ല വ്യൂവിൻ്റെ പണി എന്ന് പറയുന്നത്. അല്ലാണ്ട് വ്യൂവിൽ വന്നിട്ടുള്ള ഓപ്പറേഷൻസ് കൺട്രോളർ ചെയ്യേണ്ട പണി ഫുള്ള് വ്യൂവിൻ്റെ ഉള്ളിൽ വന്നിട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഒരു MVC അല്ല. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക കറക്റ്റായിട്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് MVCനെ പറ്റിയിട്ട് കൂടുതലായിട്ട് പറയാനുള്ളത്. പിന്നെ ഡാറ്റാബേസ് ഓപ്പറേഷൻസ് കാര്യങ്ങളൊക്കെയാണ്, അത് നമ്മൾ ഡാറ്റാബേസിലേക്ക് പോകുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് പഠിച്ചു പോകാം. അപ്പോൾ ഈ ഒരു സംഭവം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. കോഡിംഗ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്, അത് നിങ്ങൾ അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യുക. ഓക്കെ, ഇപ്പം തന്നെ അത് പഠിച്ചു പോയി. ഇപ്പം നിങ്ങൾ സ്റ്റാർട്ടിങ്ങിലുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ആ ലെവലിൽ തന്നെ നിങ്ങൾ പഠിച്ചു പോയി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് ഭാവിയിൽ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം ഞാൻ 100% അഷുറൻസ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. നമ്മൾ അടുത്ത വീഡിയോയിൽ മൈഗ്രേഷൻസിൻ്റെ പറ്റിയിട്ടാണ് പറയുന്നത്, ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ലൈക്ക് ചെയ്യുക. ബാക്കി എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റായിട്ട് പറയാം. ഇനി വീഡിയോ എങ്ങനെ ഉണ്ട് എന്നുള്ളതിനെ പറ്റിയിട്ട് നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാം. എന്നാലും ബാക്കിയുള്ള ആൾക്കാർ കാണുമ്പോൾ കുറച്ചുകൂടി വീഡിയോ വ്യൂവേഴ്സ് കിട്ടുമല്ലോ. ഓക്കെ, അപ്പോൾ ശരി എന്നാൽ. അപ്പം ബാക്കിയുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ദെൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.